ഹുനൈൻ ത്വായിഫ് യുദ്ധത്തിന് ശേഷം 13 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വന്ന് താമസിച്ചതിൻ്റെ ഇടയിൽ നടന്ന കുറെ അത്ഭുതകരമായ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് നമ്മൾ ബസ്സിൽ വെച്ച് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ താമസിക്കുന്നതിൻ്റെ ഇടയിൽ അവിടുന്ന് ഈ മുന്നിൽ കാണുന്ന ആ കിണറിങ്ങനെ ഒരു ചെറിയ വീട് പോലെയും കിണർ പോലെയാണ്. ഇതിൻ്റെ അകത്തൊരു കിണറുണ്ട്, ഈ കെട്ടിൻ്റെ അകത്ത്. ഈ കിണറിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ച് ഉംറയുടെ ഇഹ്റാമിന് വേണ്ടി കുളിച്ച് തങ്ങൾ മക്കയിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ ഈ സ്ഥലം നേരത്തെ മുതൽ സംരക്ഷിക്കപ്പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ തുറാസുൽ ഇസ്ലാമി എന്ന് പറഞ്ഞ ഇവിടെ പ്രത്യേകം ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലെ വെള്ളമാണ് ആ പമോട് കാണുന്നില്ല. അപ്പം അങ്ങനെ ഈ ഹുനൈൻ യുദ്ധത്തിലും ത്വായിഫിലും ഒക്കെ നടന്ന സംഘട്ടനത്തിൽ അങ്ങനെ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തിന്റെ ബറക്കത്തുകൊണ്ടും അവിടുന്ന് കുളിച്ച കിണറിന്റെ ബറക്കത്തുകൊണ്ടും ദുആ ചെയ്യുകയാണ്.